First of all, I would like to thank my friends for being there for me, for supporting me from the beginning of this journey. So നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം ഐ കംപ്ലീറ്റഡ് ബൈ 10 days. ആക്ച്വലി ഞാൻ 10 days പോലും ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. ബിക്കോസ് ഇത്ര ക്യാമറ ഷൈ ആയിട്ടുള്ള ഒരാൾ 100 days ചാലഞ്ചൊക്കെ വെച്ചപ്പം 10 days ഒക്കെ I thought it will be hard for me, but somehow I managed to post some videos. And നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ആൻഡ് ഫീഡ്ബാക്സും ഞാൻ കൺസിഡർ ചെയ്ത് ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 10 days കഴിയുമ്പോൾ ഒരു റിവ്യൂ വീഡിയോ പോലെ ഞാൻ ചെയ്യാമെന്ന്. സോ ഈ 10 days എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം വരാൻ തുടങ്ങി, എഡിറ്റിംഗ് ഇഷ്ടം വരാൻ തുടങ്ങി, പിന്നെ കോൺഷ്യസ്നെസ് കുറച്ചൊക്കെ കുറഞ്ഞു. ഫസ്റ്റ് വീഡിയോ ആൻഡ് ഇപ്പോഴത്തെ 10th വീഡിയോ എടുത്ത് നോക്കിയാൽ മേജർ ഡിഫറൻസ് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ കോൺഷ്യസ് ആണ്. സ്പെഷ്യലി നമ്മൾ പബ്ലിക് സ്പേസിൽ പോയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. അതെന്തായാലും ഇപ്പം മാറിയിട്ടില്ല. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളത്, അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 10 days പോസ്റ്റ് ചെയ്തു. ആൻഡ് മടി വരുന്നുണ്ട്, മടി വരും. അത് നമ്മുടെ കൂടെ ഉള്ളതാണല്ലോ മടി, അപ്പോൾ അതെന്തായാലും വരും. ഇന്ന് ആക്ച്വലി എനിക്ക് എന്ത് കോണ്ടൻ്റാണ് പോസ്റ്റ് ചെയ്യേണ്ടതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യണോ നാളെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ ചെയ്താൽ പറ്റത്തില്ലല്ലോ, ഞാനൊരു ചലഞ്ച് ചെയ്തേക്കാണ് ലൈക്ക് 100 days വീഡിയോസ് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. മടിയൊക്കെ മാറ്റി അതിനെ ഓവർകം ചെയ്ത് വേഗം ഷൂട്ട് ചെയ്യാണ് വീഡിയോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു എന്ത് പറ്റി പെട്ടെന്ന് വീഡിയോ വ്ളോഗർ ആവാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഒരു വ്ളോഗർ ആവണം, യൂട്യൂബിൽ നിന്ന് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം എന്നുള്ള തോട്ടിലല്ല ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫിയർ ഓവർകം ചെയ്യാനും എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പിന്നെ എനിക്ക് വീഡിയോസ് ചെയ്യണതും എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പോൾ. ആൻഡ് എനിക്ക് പണ്ട് തൊട്ട് എഡിറ്റിംഗ് ഇഷ്ടമാണ്. അപ്പം എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം എനിക്ക് കിട്ടുകയാണ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള എഡിറ്റ്സ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ക്രിയേറ്റീവായിട്ടുള്ള കോണ്ടൻറ്റ്സ് വേണം. നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങിയാലല്ലേ അറിയുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന്. ശരി എന്നാൽ പിന്നെ തുടങ്ങിക്കളയാം. അതായത് ചെയ്യണ്ടെന്ന് മൈൻഡ് പറഞ്ഞെങ്കിലും ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാനിങ്ങനൊരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. Again, I thank you all my friends for supporting me and keep supporting me. Bye.